ഹലോ, ഇറ്റ്സ് മീ ഫർസാന. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള ഹെഡ് ബാൻഡ് ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു കട്ട് പീസ് എടുത്തിട്ടുണ്ട്. നമ്മളിതിൻ്റെ മുന്നേ ഒരു സ്കേർട്ട് തയ്ക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി വന്ന കട്ട് പീസാണ് കേട്ടോ. നമ്മളതിന് മാച്ചായിട്ടുള്ള ഹെഡ് ബാൻഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ലെങ്ത് എത്രയെന്ന് നമുക്ക് നോക്കാം. വീതി ഇവിടെ എടുക്കുന്നത് 12 സെന്റിമീറ്റർ ആണ്. അതേപോലെ നീളം എടുക്കുന്നത് 110 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഇത് ടോട്ടൽ വരുന്നത് 90 സെന്റിമീറ്റർ ആണ്. ബാക്കി നമ്മൾ ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 110 ആക്കുന്നുണ്ട്. കറക്റ്റ് ഡയമെൻഷൻസ് കിട്ടണമെങ്കിൽ നമ്മൾ ബേബീസിൻ്റെ പഴയ ഹെഡ് ബാൻഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ അളവെടുക്കുക, അല്ലെങ്കിൽ ബേബീസിൻ്റെ തന്നെ ഹെഡിൻ്റെ അളവെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ പുതിയ ക്ലോത്തൊന്നും മേടിക്കണ്ട കേട്ടോ. നമ്മുടെ പഴയ ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് വെറൈറ്റി ഹെഡ് ബാൻഡൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഒരു പട്ടുപാവാടക്കല്ലേ ഞാൻ തയ്ച്ചത്. അപ്പോൾ ഇത് പട്ടുപാവാടക്ക് ഭയങ്കര രസമായിരുന്നു കേട്ടോ ബേബിക്ക് ഇട്ട് കൊടുത്തപ്പോൾ. അപ്പോൾ നമ്മൾ ബാക്കി തുണി 110 സെൻറ്റിമീറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ബാക്കി ലെങ്ത് എടുത്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി മറ്റേ തുണിയിൽ തന്നെ ഒരു യെല്ലോ കളറുള്ള ഒരു ഭാഗം ഉണ്ട്. അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് കേട്ടോ ജോയിൻ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യണത്. ഇനി നമ്മൾ ആ ചെറിയ കഷ്ണം കൂടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ നല്ല വശം ഉള്ളിലേക്കാക്കിയിട്ട് ത്രൂ ഔട്ട് നമ്മൾ ലാസ്റ്റ് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാനിത് 2 വട്ടം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി ഇതിന് നല്ല വശം പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സൂചിപ്പിൻ എടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ തറ്റ അവിടെ പിന്ന് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളത് ഉള്ളിലേക്കാക്കിയിട്ട് ഇങ്ങനെ ഞൊറിവ് പോലെ എടുക്കില്ലേ, അങ്ങനെ എടുത്തിട്ട് നല്ല വശം പുറത്തേക്ക് എടുക്കുകയാണ്. ഇനി പിന്നെ നമ്മൾ അവിടുന്ന് അഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ അയൺ ചെയ്ത് കൊടുക്കുകയാണ്. ലാസ്റ്റ് വരെ അയൺ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 5.5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ 2 സെൻറ്റിമീറ്റർ ലെഫ്റ്റെന്നും 2 സെൻറ്റിമീറ്റർ റൈറ്റെന്നും ഓരോ പോയിൻ്റ് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇനി ആ 2 പോയിൻ്റ് നമ്മൾ ത്രൂ ഔട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെ 2 സെൻറ്റിമീറ്റർ ലെഫ്റ്റ് എന്നും 2 സെൻറ്റിമീറ്റർ റൈറ്റ് എന്നും ഓരോ പോയിൻ്റ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ആ 2 പോയിൻ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ലാസ്റ്റ് വരെ സ്റ്റിച്ച് ചെയ്യണം. അടുത്ത പോയിൻറ്റും അതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു ഇലാസ്റ്റിക്കാണ്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 44 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. വീതി വരുന്നത് 1 സെൻറ്റിമീറ്റർ. ഇനി ഇലാസ്റ്റിക് കുറച്ച് വീതി ഉള്ളതാണെങ്കിൽ ഒരു 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ നേരത്തെ എടുത്ത വീതി കൂട്ടി കൊടുത്താൽ മതി. നമ്മൾ ഈ ഇലാസ്റ്റിക്കിൻ്റെ 2 സൈഡും പിന്ന് വെച്ചിട്ട് പിന്ന് ചെയ്ത് കൊടുക്കാം. ഇലാസ്റ്റിക്കിൻ്റെ ഒരു ഭാഗം നമ്മളവിടെ തറ്റത്ത് പിന്ന് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് മറ്റേ ഭാഗമാണ് കേട്ടോ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നത്. എന്നിട്ട് അതിങ്ങനെ ഞൊറി പോലെ എടുത്തെടുത്ത് തറ്റം വരെ നമ്മൾ ആ ഇലാസ്റ്റിക് കൊണ്ടുപോകണം.
രണ്ട് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഇനി നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ രണ്ടും കൂട്ടി യോജിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഒന്നിന് മുകളിൽ ഒന്നായി വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആ ഭാഗം സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എങ്ങനെ കിട്ടും നോക്കാം. രണ്ട് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓരോ ഉറപ്പിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലവർ ഒന്നല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ ക്ലോത്ത് കൊണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഫ്ലവർ. പക്ഷേ ഞാൻ വിചാരിച്ചു ഈ ക്ലോത്ത് കൊണ്ട് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു ഫ്ലവർ നമുക്ക് ഇതേപോലെ മേടിക്കാൻ കിട്ടും. ഒരു 2 രൂപയോ 1 രൂപയോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഫ്ലവർ ഫ്രോക്കിന് വേണ്ടിയിട്ട് വെച്ചെടുക്കാൻ വേണ്ടി മേടിച്ചതാണ്. പിന്നെ അങ്ങനെ വെച്ചില്ല. അപ്പോൾ ഞാൻ ഇതിന് യൂസ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ വെച്ച് നോക്കിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു, മാച്ചായിട്ടുണ്ട്. നമ്മൾ സാധാരണ ഈ ക്ലോത്ത് കൊണ്ട് തന്നെ നമ്മൾ ഫ്ലവർ ഉണ്ടാക്കണേക്കാൾ നല്ലത് ഇങ്ങനത്തെ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കായിരിക്കും കേട്ടോ. ഇനി ഈ ഫ്ലവർ ഹെഡ് ബാൻഡിൽ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഫെവി ബോണ്ട് ഉണ്ടല്ലേ അത് ഞാൻ യൂസ് ചെയ്യുന്നു കേട്ടോ കൂടുതലായിട്ട്. എനിക്ക് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ പോരണ പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ബേബീസ് ഹെഡിലൊക്കെ വെക്കുമ്പോൾ പിടിച്ച് വലിച്ചിട്ട് ഫെവി ബോണ്ടാണെങ്കിൽ കുറച്ചും കൂടി നിൽക്കും, ഗ്ലൂ ഗണ്ണാണെങ്കിൽ വേഗം പോരും. അപ്പം ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഫെവി ബോണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ആക്സസറീസൊക്കെ ഒട്ടിക്കാൻ പറ്റിയ ഡിഫറെൻറ്റ് ടൈപ്സ് ഗമ്മൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനത്തെ നോക്കി മേടിക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. നമുക്ക് തന്നെ ബേബീസിന് ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ഹെഡ് ബാൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഈ പട്ടുപാവാടൊക്കെ ഉണ്ടാക്കി കൊടുത്തതാണ്. നല്ല രസമുണ്ടായിരുന്നു വെച്ച് കൊടുത്തപ്പോൾ. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.